അസൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ 8ാം ക്ലാസ്സിലെത്തി. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആ ചാപ്റ്ററിലുണ്ട്. അതായത് ഒരു ഫിഗർ കണ്ടാൽ അത് ഏത് ക്വാഡ്രിലാറ്ററലാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതായത് ക്വാഡ്രിലാറ്ററലിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആ ഒരു ചാപ്റ്റർ തന്നെ ഈ ക്വാഡ്രിലാറ്ററൽസിനെ പറ്റിയാണ്. അപ്പം മിസ് കുറേ നേരമായില്ലേ ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ക്വാഡ്രിലാറ്ററൽ? ഒരു 4 സൈഡഡ് ഫിഗറിനെയാണ് നമുക്ക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. ഒരു 4 സൈഡഡ് ഫിഗറിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. സംശയമൊന്നുമില്ലല്ലോ, 4 സൈഡ് നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. ഇനി ഞാൻ വേറെ രീതിയിൽ ഇതിനെ വരയ്ക്കുവാണ്. ഈ വരച്ചിരിക്കുന്നതിന് 4 സൈഡാണ്. ഇതും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, ഇനി വേറെ ഒന്ന് വരയ്ക്കാം. ഇവിടെ നോക്കുക, ഞാൻ ഈ വരച്ചിരിക്കുന്നതിനും 4 സൈഡാണ്. ഇതും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്കൊക്കെ ഓരോ വെറൈറ്റി പേരുകളുമുണ്ട്. ഇതാണ് നമ്മളുടെ പ്രശ്നം. ഈ ക്വാഡ്രിലാറ്ററലിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പേരുമുണ്ട്. അപ്പം എൻ്റെ മക്കൾക്ക് ഇവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പുകൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മിസ് എന്ന് വന്നിട്ടുള്ളത് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസുമായിട്ടാണ്. നിങ്ങൾ ചുറ്റും കാണുന്ന കുറച്ച് വസ്തുക്കൾ. അപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ഈ ഒരു ഷേപ്പ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഇത് ഇന്ന ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പോൾ റെഡി അല്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കുറേ സാധനങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ക്യാരം ബോർഡ്, നമ്മൾ കഴിക്കുന്ന ബ്രെഡ്, നമ്മൾ കളിക്കാൻ എടുക്കുന്ന ഡൈസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്, ഐസ് ക്യൂബിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത്, ഇവരൊക്കെ എന്താണ്? 4 സൈഡഡ് ഫിഗേഴ്സ് ആണ്. ഈ 4 സൈഡഡ് ഫിഗേഴ്സ് മാത്രമല്ല, ഇവർക്ക് പൊതുവെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ. ഇവരെ പൊതുവെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ് എന്തുകൊണ്ട് സ്ക്വയർ? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ക്വയർ എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. 4 സൈഡുള്ള ഒരു ഫിഗർ ആണ് നമ്മളുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ബ്രെഡ് കഴിക്കുമ്പോൾ ഇനി സ്ക്വയറിനെ ആലോചിക്കണം. പാമ്പും കോണിയും കളിക്കുമ്പോൾ, അതായത് സ്നേക്ക് ആൻഡ് ലാഡറും നമ്മുടെ ലുഡോ ബോർഡും ഒക്കെ കളിക്കുന്ന സമയത്ത് ആരെ ഓർക്കണം നമ്മളിനി? നമ്മളുടെ സ്വന്തം സ്ക്വയറിനെ ആലോചിച്ചോളണം. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? അടുത്ത ആളെന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കും. കാരണം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഫോൺ ഒന്ന് നിലത്ത് വെച്ച് അപ്പം ചാടി കയറി എടുക്കും. പോട്ടെ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, ഫോൺ ഉപയോഗിക്കുന്നില്ല എന്നാണ് നിങ്ങൾ മനസ്സിൽ പറയുന്നതെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന നോട്ട്ബുക്കിന്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, നിങ്ങൾ കാറ്റ് കൊള്ളാൻ തുറന്നിടുന്ന ജനവാതിലിന്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്. വാതിലിന്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്. ദേഷ്യം വന്നാൽ അടച്ചിടുന്ന വാതിലിന്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ റെക്റ്റാങ്കിളിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷേപ്പുകളാണ് റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുന്നത്. എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, ഓപ്പോസിറ്റ് സൈഡുകൾ മാത്രം ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡുകൾ മാത്രം ഈക്വൽ ആയിരിക്കും. ഇവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. അതേപോലെ ഇവിടെയും ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവരെ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. പക്ഷെ അടുത്ത ദിവസം, അതായത് നെക്സ്റ്റ് ടൈം നിങ്ങൾ എപ്പോഴെങ്കിലും പോപ്കോൺ ഇതേപോലെ വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ ആ പോപ്കോണിന്റെ പെട്ടി ഒന്ന് എടുത്തു വെച്ചോ. അതിന്റെ ഷേപ്പ് ഇതുപോലെ ഇരിക്കും. ഈ ഒരു ഷേപ്പിന്റെ പേരുണ്ട് ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പിസോയിഡ്. ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പിസോയിഡ്. നിങ്ങൾ ഒരു ചെടിച്ചട്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. ഇങ്ങനെ വരയ്ക്കും അല്ലേ? ഈ ഒരു ഷേപ്പിന്റെ പേരാണ് ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പിസോയിഡ്. നല്ല അലങ്കാരം, നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ ചിലപ്പോൾ ഈ ഒരു ഷേപ്പിൽ വരാം. നമ്മൾ വാങ്ങുന്ന ക്യാരി ബാഗുകൾ ഈ ഷേപ്പിൽ വരാം. ഏറ്റവും കോമൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ട്രപ്പീസിയത്തിന്റെ ഈ പോപ്കോണിന്റെ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ട്രപ്പീസിയം ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ
ഇതെങ്ങനെ ട്രപ്പീസിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ പറ്റും, രണ്ട് സൈഡുകൾ പാരലൽ ആയിരിക്കും. പാരലൽ എന്താന്ന് എൻ്റെ മക്കൾക്ക് അറിയാം. രണ്ട് സൈഡുകൾ, ഓപ്പോസിറ്റുള്ള സൈഡുകൾ, ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റുള്ള സൈഡ് പാരലൽ ആയാൽ അവരെ നമുക്ക് ട്രപ്പീസിയം എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ഓപ്പോസിറ്റ് സൈഡുകൾ, അതായത് ഒരു രണ്ട് സൈഡുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ, അവർ പാരലൽ ആവണം. അത് മാത്രമാണ് കണ്ടീഷൻ. ബാക്കിയുള്ളവരെ പോലെയല്ല, ഇയാൾ ഭയങ്കര സിമ്പിളാ. ഏതെങ്കിലും രണ്ട് സൈഡ് പാരലൽ ആയാൽ മതി. മറ്റൊരു പാരലൽ ആവണം നിർബന്ധമില്ല. ഓക്കെ, മറ്റുള്ളവർ പാരലൽ ആവണ്ട. ഈ ഒരു സൈഡ് പാരലൽ ആയാൽ മതി. അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രപ്പീസിയം എന്ന് വിളിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് പെയർ പാരലൽ ആയാൽ, മറ്റേത് പാരലൽ ആണോ അല്ലയോ നിങ്ങൾ നോക്കണ്ട, ഒരു ഓപ്പോസിറ്റ് പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആയാൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രപ്പീസിയം എന്ന് വിളിക്കാം. ഇവിടെ കണ്ടോ, ഈ സൈഡും പാരലൽ അല്ലേ, അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ട്രപ്പീസിയം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ കണ്ടീഷനുള്ളൂ. ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് പെയർസ് എന്താക്കണം? പാരലൽ ആക്കി തന്നാൽ ഞങ്ങൾ ഹാപ്പി ട്രപ്പീസിയമായി. റൈറ്റ്, ഇനി മറന്നു പോകരുതേ, ട്രപ്പീസിയം എന്ന് പറയുന്ന ഷേപ്പ് ഒരിക്കലും മറന്നു പോകരുത്. ഇനി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ചുറ്റും നോക്കുക, ട്രപ്പീസിയ ഷേപ്പിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കുക. അങ്ങനെ കണ്ടു കിട്ടുമ്പോൾ അപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് അത് കമന്റ് ആക്കി ഇടുക. ഓക്കെ, റെഡി? അടുത്തത് നമ്മുടെ സ്വന്തം കൈറ്റ്. ഇതിനെപ്പറ്റി മിസ് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് ഈ കൈറ്റ് എന്ന് പറയുന്ന സാധനം അല്ലേ. മിസ് ഒന്ന് കുറച്ച് വലുതാക്കി തരാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് കൈറ്റ് അല്ലേ, പട്ടം പറത്താൻ ഇഷ്ടമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പറത്തിയിട്ടില്ല കേട്ടോ, കാരണം എൻ്റെ സ്ഥലങ്ങളിലൊന്നും ഇത്ര കാറ്റുള്ള ഏരിയ ഒന്നും അല്ല. അപ്പോൾ ഇതാണ് കൈറ്റ്. ഇനി ഈ കൈറ്റ് എന്ന് പറയുന്ന ഷേപ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അടുത്തടുത്തുള്ള സൈഡുകൾ ഈക്വൽ ആയിരിക്കും. അത്ര മാത്രമേ കൈറ്റിന് കണ്ടീഷൻ ഉള്ളൂ. തൊട്ടടുത്തുള്ള സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് കൈറ്റിന്റെ കണ്ടീഷൻ. വേറെ കണ്ടീഷൻസ് ഒന്നും ഇപ്പൊ പറയുന്നില്ല, സൈഡുകൾ വെച്ച് മാത്രമേ പറഞ്ഞു. തൊട്ടടുത്തുള്ള സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതോ ഈ രണ്ട് സൈഡോ? അതല്ല പറഞ്ഞത്, ഈ രണ്ട് സൈഡുകളാണ് പറഞ്ഞത്. ഓക്കെ, അവർ ഈക്വൽ ആവുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? കൈറ്റ് എന്നവരെ നമുക്ക് വിളിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് ഈ ഷേപ്പാണ്. ഇവർക്ക് എന്താ നമ്മൾ പേര് കൊടുക്കുക? എന്താ ഈ പ്രത്യേകത? ഇവരുടെ പ്രത്യേകത എന്താ? ഇതൊക്കെ നമുക്ക് ആരുടെ എക്സാമ്പിൾ ആക്കി പറയാം? ഇവരൊക്കെ നമ്മുടെ കൈറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഇവരൊക്കെ ആരുടെ എക്സാമ്പിൾസ് ആണ്? കൈറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. ഇയാളും ഒക്കെ. പക്ഷെ ഇവിടെ ഇയാളെ കണ്ടോ നിങ്ങൾ? ഇവരെ മാത്രം നിങ്ങളൊന്നും ശ്രദ്ധിച്ചേ. അവർക്ക് എന്താ ഒരു പ്രത്യേകത? നമ്മൾ കാർഡ്സ് ഒക്കെ കളിക്കുമ്പോൾ വരുന്ന സാധനമാണ് അല്ലേ? ആ കാർഡ്സ്, അതിനെന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, എല്ലാ സൈഡും ഈക്വലായ കൈറ്റിനെ പോലെയുള്ള ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് റോംബസ്. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ചരിഞ്ഞും കൊണ്ടാണ് വരിക, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ഇതാ കണ്ടോ, നമ്മുടെ കാർഡ്സിലുള്ള ഈ ഒരു ഷേപ്പ്, ഡയമണ്ട് ഷേപ്പിന് നമ്മൾ റോംബസ് എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ റോംബസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വീഡിയോയ്ക്ക് താഴെ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ച കുറേ ഷേപ്പുകളില്ലേ, ഈ ഷേപ്പിൽ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ട് പറയാം. ഞാൻ വെയിറ്റ് ചെയ്യാണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയത്. എനിക്ക് ഉറപ്പാണ് ഈ കാണുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ടാവും. അവരുടെ വീട്ടിൽ വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അതൊക്കെ കമൻ്റ് ആയിട്ട് താഴെ പോരട്ടെ കേട്ടോ. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, ബാക്കി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പഠിക്കും. സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. ബൈ എവ്രിവൺ.